ഹായ് നമസ്കാരം. അമ്മ വീട്ടിലോട്ടുള്ള ഓരോ യാത്രയിലും ബാല്യകാലത്തെ മനോഹരമായിട്ടുള്ള ആ നല്ല നാളുകളിലോട്ട് തിരിച്ചു നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടാകാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അമ്മ വീട്ടിൽ എല്ലാ വർഷവും നടക്കാറുള്ള ആദിത്യ പൂജയിൽ പങ്കെടുക്കാൻ പോയതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചേർത്തല, ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പതിവായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒന്നാണ് ആദിത്യ പൂജ. ഈ ചടങ്ങിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു. എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നവർ, അമ്മയുടെ ബന്ധുക്കൾ, അമ്മയുടെ അയൽവാസികൾ, അങ്ങനെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ ഇഴചേർന്ന് പോകുന്നതാണ് നാട്ടിൻപുറത്തെ ഓരോ കാര്യങ്ങളും. ഈ അപ്പം വാർക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങാണ്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം തലേ ദിവസം പോയാലാണ് അതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ പഴയ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ആധുനിക രീതിയിലുള്ള അപ്പം വാർക്കലൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിത്യ ഭഗവാന് മുന്നിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനാ നിർഭരമായി നിന്നുകൊണ്ട് അപ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ പൂജപ്പാടവും ഇവിടുത്തെ ഓർമ്മകളും എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ അമ്മയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഇവിടുന്ന് കിട്ടുന്ന പൂജാപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ശർക്കര പാനിലിട്ട് മാമൻ തരുമായിരുന്നു. പറയുമ്പോൾ തന്നെ എനിക്ക് നാവിൽ കൊതിയൂറുകയാണ്. എല്ലാവരും പ്രാർത്ഥന നിർഭരമായ ചടങ്ങുകളോട് നിൽക്കുകയാണ്. പണ്ട് വെറും ഒരു പാടമായിരുന്നു, ഇപ്പോൾ അവിടെ ഒരു ഭജനമഠം വന്നു. നാളെ അതൊരു ക്ഷേത്രമായി മാറുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനായിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഒപ്പം കുട്ടികൾക്കുള്ള തുലാഭാരവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയുണ്ടായി. എല്ലാവരും അതിൽ പങ്കുകൊണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഭഗവാന് നെയ്തിച്ചത്, ആദിത്യ ഭഗവാന് നെയ്തിച്ചതിൻ്റെ ഒരു പങ്ക് ഭഗവാൻ കൃഷ്ണനും സമർപ്പിക്കുകയാണ്. ശേഷം നമ്മൾ പോയത് കഞ്ഞിയും പുഴുക്കും കഴിക്കാനാണ്. ഈ കഞ്ഞിയും പുഴുക്കിനും അത്രമേൽ രുചിയാണ് കേട്ടോ. ഈ അമ്പലപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയാണല്ലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാനും ചിറ്റയും കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. തിരിച്ചു വന്നു. ഈ കുളവും എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ പറമ്പിലൂടെയും പാടത്തൂടെയൊക്കെ ഒന്ന് നടന്ന് തിരിച്ച് ഒരുപാട് ഓർമ്മകളുമായി ഞാൻ വീട്ടിലോട്ട് പോരുകയാണ്. നന്ദി.